ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ അതുമല്ലെങ്കിൽ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ജീവിത പങ്കാളികളോ അവരാരെങ്കിലും ആയിട്ട് പിണങ്ങി നിൽക്കുന്നവരാണോ? നമ്മൾക്ക് മിണ്ടാൻ തോന്നും, പിണക്കം മാറ്റാൻ തോന്നിയാൽ കൂടി അവർക്ക് ഇങ്ങോട്ട് നമ്മളോട് പിണക്കം മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം, അവർക്ക് നമ്മളോട് മിണ്ടാൻ പറ്റുന്നില്ല, മിണ്ടാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് വിഷമിക്കുന്നവരാണോ? അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ വലിയ കമൻറ്റും രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നൊരു യൂണിവേഴ്സൽ നമ്പറാണ് അതിനുവേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത്, അതേപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽസായി പറഞ്ഞുതരാം. ആ നമ്പർ യൂണിവേഴ്സൽ നമ്പർ എന്ന് പറഞ്ഞാൽ 222 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഒരു 2 എന്ന് പറഞ്ഞ സംഖ്യ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് 2. അപ്പോൾ 222 എന്നാകുമ്പോൾ അത് കൂടുതൽ റിസൾട്ട് കിട്ടും. 2 എന്ന നമ്പറിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു, പിരിഞ്ഞു നിൽക്കുന്നവരെ ഒന്നായിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു അർത്ഥമുള്ള നമ്പറാണ് 2. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 222 എന്ന് എഴുതുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ഇത് ദൃഢമാകും. ആഗ്രഹം, ആ സ്നേഹമാണെങ്കിലും അതേ പിരിഞ്ഞു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനുള്ള നമ്പേഴ്സാണ് 222 എന്ന് എഴുതുമ്പോൾ കൂടുതൽ ദൃഢമാവും ആ സാഫല്യം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ ഏത് കളർ മഷി വേണമെങ്കിലും നമുക്ക് എഴുതാം. 222 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 തവണ എഴുതണം നമ്മൾ എന്താണോ ആഗ്രഹം. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇന്ന പേരെഴുതുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പോൾ ഒരു ആശ, അപ്പോൾ ആശയുമായിട്ടുള്ള പിണക്കം തീർന്നു, ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. എഴുതിയിട്ട് അതിൽ 222 എന്നും കൂടി എഴുതണം. 222 എന്നും കൂടി എഴുതാം. ഒരു നോട്ട്ബുക്കിൽ, വെള്ള പേപ്പറിൽ, നോട്ട്ബുക്കിൽ വൃത്തിയുള്ള പേജിൽ നമുക്ക് ഏത് മഷി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് ആഷ എന്നുള്ള ഫ്രണ്ട് ഞങ്ങൾ കുറേ നാളായി പിണങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു, ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അതിനൊരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ 222 എന്ന് എഴുതുക. അങ്ങനെ 22 തവണ എഴുതണം. ഡെയിലി 22 തവണ വെറും 2 ദിവസം എഴുതിയാൽ മതി. വെറും 2 ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പിണക്കവും അകൽച്ചയും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ അത് 22 തവണ വിശ്വസത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. വിശ്വസത്തോടു കൂടി തന്നെ നമ്മൾ ഈ 2 ദിവസം കുറച്ച് സമയം മാറ്റി വെക്കുക. അങ്ങനെ എഴുതിയതിന് ശേഷം 2 ദിവസം എഴുതിയതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു ടിപ്പ് പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ള പേപ്പർ, ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിൽ റെഡ് മഷി പേന യൂസ് ചെയ്തിട്ട് 222 എന്ന് മുകളിൽ നമ്മൾ എഴുതുക. 222 എന്ന് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. 222 എന്ന് എഴുതിയിട്ട് ആ പേപ്പർ നമ്മൾ കിടക്കയിൽ ഇപ്പം തലയാണയുടെ അടിയിൽ വെക്കുക. തലയാണയുടെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉറങ്ങുക. ഈ ഉറങ്ങുമ്പോൾ അത് അപ്പോൾ ഒന്നും എടുക്കണ്ട, അങ്ങനെ ഉറങ്ങുക. പകലാണെങ്കിലും ശരി, രാത്രിയാണെങ്കിലും രാത്രി ഉറങ്ങണ വരെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഉറങ്ങാൻ പോകുമ്പോഴും ഓർക്കണം. അതുപോലെ തന്നെ പകൽ സമയം കിട്ടുമ്പോൾ ഇടയിലൊക്കെ നമ്മൾ 222 അത് ഓർക്കണം. അതുപോലെ തന്നെ ആഗ്രഹം നടന്നു, നമ്മൾ സന്തോഷത്തോടുകൂടി അവൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നല്ല ഫ്രണ്ടായിട്ടാണ് പോണത്, അല്ലെങ്കിൽ ജീവിത പങ്കാളായി തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഈ 222 റെഡ് മഷീൻ കൊണ്ട് എഴുതിയിട്ട് തലേൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ എന്താണോ എഴുതിയത് അത് നമ്മൾ നടന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക.
അത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ പിണക്കങ്ങളും അതേപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ടുള്ള പിണക്കങ്ങളായിക്കോട്ടെ, പിണക്കങ്ങളായിക്കോട്ടെ, അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അവർ നിങ്ങളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കും, തീർച്ചയാണ്. പിന്നെ നമ്മൾ ഈ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഈ പേപ്പർ എത്ര ദിവസം ആ തലയാണിൻ്റെ അടിയിൽ വെക്കണം എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഈ ആഗ്രഹം നടന്നു കഴിയുന്നവരെയും വെക്കണം. ഈ ആഗ്രഹം എപ്പോഴാണോ നമ്മുടെ ലൈഫിൽ നടക്കണം അതുവരെയും ആ പേപ്പർ അവിടെ വെക്കണം. ചിലവർക്ക് 2 ദിവസം കൊണ്ട് നടക്കും, അത് ചിലവർക്ക് ഒരാഴ്ചയാവും, ചിലവർക്ക് 10 ദിവസമാവും. അത് ഓരോരുത്തരുടെ ചെയ്യുന്ന രീതി, വിശ്വസ്തോടുകൂടെ ചെയ്യുന്ന രീതി അനുസരിച്ചായിരിക്കും ഈ റിസൾട്ട് കിട്ടണം. അപ്പോൾ ആ റെഡ് മെഷിക് പെയിന്റിങ് കൊണ്ട് എഴുതിയത് ആഗ്രഹം നടക്കുന്നത് വരെ അവിടെ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം എത്ര തവണ നിങ്ങൾക്ക് ആ ത്രിബിൾ 2 ആലോചിക്കാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ ആലോചിക്കുക. അപ്പോൾ വേഗം നമുക്ക് റിസൾട്ട് കിട്ടും. ത്രിബിൾ 2 മാത്രം ആലോചിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിയ ആഗ്രഹവും മനസ്സിൽ വേണം. അപ്പം അത് ആലോചിച്ചതിന് ശേഷം ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ എന്ത് ചെയ്യാന്ന് പറയാം. അത് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ തീ കത്തിച്ച് കളയാം. ജസ്റ്റ് ഒന്ന് മെഴുതിരിയിൽ വിളക്കിൽ തീ കത്തിച്ച് കളയുക. അതല്ലെങ്കിൽ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ദ്രവിച്ചു പോണ പോലെ ചവിട്ടാൻ ഇടവരുത്. ഒരിക്കലും ചവിട്ടരുത്. നമ്മൾ എഴുതിയ കടലാസ് പേപ്പർ എപ്പോഴും ചവിട്ടാൻ പാടില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹത്തിനെ ചവിട്ടി തേക്കുന്നതിന് തുല്യാണ്. അപ്പം അത് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ദ്രവിച്ചു പോണ പോലെ ഇടുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾ അത്ര സ്നേഹിച്ച വ്യക്തികൾ പോലും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും, നിങ്ങളുടെ അടുത്ത് വരും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.